ഹ്യൂമൻ സെന്റിപീഡ് ഡയറക്ടഡ് ബൈ ടോം സിക്സ്. ഈ ഒരു സിനിമ 3 ഭാഗമുണ്ട്. അപ്പൊ ഈ 3 ഭാഗത്തില് ഞാൻ ആദ്യം ഹ്യൂമൻ സെന്റിപീഡ് വൺ ഈ 3 സിനിമയും കൂടെ റിവ്യൂ ചെയ്യാം. അത് ഞാനിത് ഈ വയലൻസ് ഉള്ള സിനിമകൾ ഞാനിത് ഈ പരിചയപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ പുതിയ സിനിമകൾ വന്നിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിപ്പോ ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമൻ സെന്റിപീഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെന്റിപീഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് പോലത്തെ പല പ്രശ്നങ്ങളും ഇതിൽ വരും. അപ്പൊ ഹ്യൂമൻ സെന്റിപീഡ് വണ്ണില് നിങ്ങൾക്ക് വയലൻസ് ആണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഇതിൽ ഹ്യൂമൻ സെന്റിപീഡ് വണ്ണിൽ വയലൻസ് ഉണ്ടെങ്കിൽ പോലും അത് കാരണമല്ല നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ് ആവുന്നത്. കാരണം ഇതൊരു ഓപ്പറേഷൻ വഴി സെന്റിപീഡ് ഒരു 3 ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് 3-4 ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് ഒരു വല്ലാത്തൊരു സംഭവം ചെയ്യണതാണ് ഹ്യൂമൻ സെന്റിപീഡ് വണ്ണില്. അപ്പൊ ഹ്യൂമൻ സെന്റിപീഡ് വണ്ണിൽ ഈ പറഞ്ഞ വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് കൂടുതൽ ഡിസ്റ്റർബ് ആണ്. അറപ്പ് കാരണം നമുക്ക് ഡിസ്റ്റർബൻസ് വരും. അത് നിങ്ങൾ ആ സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ അതേപോലെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ സെന്റിപീഡ് വണ്ണിൽ കിട്ടുവാണ്. അതേപോലെ തന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടർ കിട്ടിലും പെർഫോമൻസ് ചെയ്തത് മെയിൻ വില്ലൻ ആയിട്ടുള്ള ആക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹ്യൂമൻ സെന്റിപീഡ് 2 വരുന്ന സമയത്തും അത് ഹ്യൂമൻ സെന്റിപീഡ് 1 നടന്നുപോയ കാര്യങ്ങൾ ഒരു സിനിമയുണ്ടെന്നുള്ള രീതിയിലാണ് ഹ്യൂമൻ സെന്റിപീഡ് 2 കാണിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ സെന്റിപീഡ് 1 ശരിക്കും സിനിമ തന്നെയാണ്, പക്ഷെ സിനിമയിലും സിനിമ ആയിട്ടാണ് കാണിക്കുന്നത്. അത് കാണുമ്പോൾ മനസ്സിലാവും സെക്കൻഡ് പാർട്ട്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ വേറൊരു വില്ലൻ വന്നിട്ട് കോർ വയലൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹ്യൂമൻ സെന്റിപീഡ് 2. അന്യായ വയലൻസ് ആണ്. മൈൻഡ് നല്ല രീതിയിൽ ഡിസ്റ്റർബ് ആവുന്ന രീതിയിലാണ് ഹ്യൂമൻ സെന്റിപീഡ് 2 എടുത്ത് വെച്ചിരുന്നത്. ഹ്യൂമൻ സെന്റിപീഡ് 2 ഒരു വില്ലൻ ഉണ്ട്, നല്ല തടിച്ചിട്ടുള്ള ഒരു വില്ലൻ ഉണ്ട്. ആ മൂപ്പരാളെ പെർഫോമൻസ് ആണ് കിടിലം പെർഫോമൻസ്. അതിൽ ഈ വില്ലനക്ക് സംസാരിക്കാനൊന്നുമില്ല, മനസ്സിലായില്ല. പക്ഷെ ഇതിൽ ഹ്യൂമൻ സെന്റിപീഡ് 2 ഏകദേശം 12 ആൾക്കാരെ വെച്ചിട്ടാണ് ഒരു സെന്റിപീഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആ സെക്കൻഡ് പാർട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ സെന്റിപീഡ് 1 കൂടുതൽ വയലൻസും അതേപോലെ തന്നെ മൈൻഡ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ആവുന്നത് ഹ്യൂമൻ സെന്റിപീഡ് 2 പക്ഷെ 3 നിങ്ങൾ കാണേണ്ടതാണ്. 3 ബേസ്ഡ് ഓഫ് ടൈമാണ് ഹ്യൂമൻ സെന്റിപീഡ് 3. ഹ്യൂമൻ സെന്റിപീഡ് 3 ആരാ അഭിനയിക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ടിയിൽ വന്നിട്ടുള്ള വില്ലനും സെക്കൻഡ് പാർട്ടിയിൽ വന്നിട്ടുള്ള വില്ലനും ഇവർ രണ്ടാളും ഉണ്ട് ഹ്യൂമൻ സെന്റിപീഡ് 3. ഇപ്പൊ ഇവര് ജയിലിൽ കുറെ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അവരെല്ലാരും കൂടി വെച്ചിട്ട് ഏകദേശം 500 ആൾക്കാരെ സെന്റിപീഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് ഫീൽ ചെയ്യണില്ല, മനസ്സിലായില്ല. ഇത് അഭിനയിക്കാൻ അറിയണ ആൾക്കാരാണെങ്കിൽ പോലും ഹ്യൂമൻ സെന്റിപീഡ് 3 പെർഫോമൻസ് 5ന്റെ പൈസക്കില്ല. വെറുതെ കരുതൊക്കെ കങ്കുവ കണ്ട ഓർമ്മയാണ് വന്നത്. ആ സെന്റിപീഡ് 1 വില്ലന് ഈ 3-ാമത്തെ കിടന്നിങ്ങനെ അലറാണ്, മനസ്സിലായില്ല. അതേപോലെ തന്നെ ഒരു വയലൻസ് കാണാൻ ഏകദേശം 1 മണിക്കൂറോളം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു വയലൻസ് എന്ന് പറയാൻ മാത്രം ഒരു സംഭവത്തേക്ക് ഈ സിനിമ കിടക്കണത് അപ്പോഴാണ്. ഇനി 500 ആൾക്കാരൊക്കെ വെച്ച് സെന്റിപീഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോർ വയലൻസ്, അത് 1-നേക്കാൾ 2-നേക്കാൾ ഭയങ്കര കോർ സാധനമായിട്ട് പോകാൻ പറ്റുമായിരുന്നു തേർഡ് പാർട്ടി. പക്ഷെ തേർഡ് പാർട്ടി എന്തുകൊണ്ടൊക്കെ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഒരു തീരെ എൻഗേജിങ്ങും അല്ല, നമുക്കൊരു ഫീലും കിട്ടുന്നില്ല. അപ്പൊ ഈ ഹ്യൂമൻ സെന്റിപീഡ് 1-നും 2-നും ഒക്കെ ട്രാപ്പ് ആവുന്ന വിക്ടിംസ് ഉണ്ടല്ലോ, ഇവരെ രക്ഷപ്പെടണം എന്നുള്ളൊരു ഫീൽ നമുക്ക് വരും. പക്ഷെ തേർഡ് പാർട്ടിയിൽ ആരെങ്കിലൊക്കെ ചാവട്ടെ എന്നുള്ളൊരു സംഭവം തേർഡ് പാർട്ടിയിൽ വരും, മനസ്സിലായില്ല. അപ്പൊ നല്ല രീതിയിൽ അറപ്പാവും. അറപ്പാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നാവ് ഇങ്ങനെ ഒരു സംഭവം വരും. അത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഈ സിനിമ ഹ്യൂമൻ സെന്റിപീഡ് 1, 2 and 3 റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കോർ വയലൻസ് ഉള്ള ഒരു സിനിമയായിട്ട് എന്തായാലും ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഹ്യൂമൻ സെന്റിപീഡ് 1, 2 and 3 കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ആർ ടോക്സ് സൈനിങ് ഔട്ട്.